വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അംഗനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അംഗനവാടിയുടെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബിജെപിയുടെ പ്രതിഷേധം വേലൂരിന് നാണക്കേട്, വേലൂരിന് നാണക്കേട്, പ്രസിഡന്റിന് നാണക്കേട്. പ്രധാനപ്പെട്ട അപകട ഭീഷണി റോഡരികിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റില്ല എന്നതാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നാണ് അങ്കണവാടിയുടെ കവാടവും കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ റോഡിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടിവീഴാറായ അവസ്ഥയിലാണ്. അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ടോയ്ലറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പുല്ലും ചെടികളും വളർന്ന് കാടുപിടിച്ചിരിക്കുകയാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർ കോമ്പൗണ്ടിനകത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നതും കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. മാറി മാറി ഭരിക്കുന്ന LDF, UDF ഭരണസമിതികൾ കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ടും ആളുയരത്തിൽ ഉയർന്നു നിൽക്കുന്ന പുല്ലുപോലും വെട്ടിക്കളയാൻ തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ തുടരുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നാളത്തെ വാഗ്ദാനങ്ങളായി മാറേണ്ട നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നഴ്സറിയിലെ അംഗൻവാടിയിലെ ഒരു സുരക്ഷയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്കറിയാം, ഇതുപോലെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ചെറിയ വിദ്യാലയത്തിൽ നിന്നും അവിടുത്തെ ഗേറ്റ് ഉണ്ടായിട്ട് പോലും ആ ഗേറ്റ് അടയ്ക്കാൻ ശ്രദ്ധിക്കാതെ അവിടുത്തെ ടീച്ചർമാരെ ശ്രദ്ധിക്കാതെ ഇരുന്ന ആ സമയത്ത് ഒരു പിഞ്ചുകുട്ടി നടു റോട്ടിൽ വന്ന് നിന്ന് അവിടെ നിന്നതും ആ ലോറി ഡ്രൈവറുടെ നല്ല മനസ്സും അദ്ദേഹത്തിന്റെ ശ്രദ്ധയും മൂലം ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇത് നാളെ വേലൂരിലും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഗേറ്റ് വെക്കാൻ പോലും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ആ വാർഡ് മെമ്പർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി സമരം ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ AG രഞ്ജീവ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ വേലൂർ, VP ഷാജി എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റിന്റെ സ്വന്തം പ്രസിഡന്റ് പുറത്തു പോകും.